Welcome to Flavors of India. നമ്മൾ സാഹസിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. രാവിലെ ഒരു ബ്രേക്ക് എടുത്തിരുന്നു ഞാൻ. കുറച്ച് സൂര്യൻ ഉദിച്ച് കുറേ നേരമായി കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോൾ സമ്മർ ടൈം അല്ലേ, ഇവിടെ ഇപ്പോൾ 40 ഡിഗ്രിയാണ് ചൂട്. ഇപ്പോൾ ഈവനിങ് ടൈമായി, ഇവിടെ വലിയ കുഴപ്പമില്ല. ഈവനിങ് ടൈമായി കഴിഞ്ഞാൽ കുറച്ച് മാറ്റമുണ്ടാവും. ഒരു 4:30 മണിയായി കഴിഞ്ഞു. ഇനി ഒരു 2 hours നമുക്ക് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കുറേ സാഹസികമായ കാര്യങ്ങൾ കാണാം. അഡ്വെഞ്ചർ ഇൻ സാഹസ്. അപ്പോൾ ഇതൊരു ഭയങ്കര അഡ്വെഞ്ചർ സോണാണിത്. ബഞ്ചി ഇജക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും കയറുന്നില്ല, പക്ഷേ ഇവിടെ വന്നൊരു ഗസ്റ്റ് കയറുന്നുണ്ട്, അത് നമുക്ക് കാണാം. ആ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡും 2 കുട്ടികളും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാണാനായിട്ട്. ഇതാണ് സംഭവം. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? പക്ഷെ ആദ്യത്തെ ഒരു പോക്കുണ്ടല്ലോ, ഭയങ്കര ഒരു ഷോക്ക് പോലെ ആയിരിക്കും. ഹൗ വാസ് ഇറ്റ് എക്സ്പീരിയൻസ്? ഓക്കെ, വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇത് വീട്ടമ്മമാരും എല്ലാവരും വന്ന് ചെയ്യുന്നതാണ്. കുട്ടികൾ തന്നെ ആവണമെന്നില്ല, ടീനേജേഴ്സ് തന്നെ ആവണമെന്നില്ല. എനി ഏജ് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി വേണമെങ്കിൽ കാണിക്കാം ഇതുപോലെ. എന്നെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്, പക്ഷെ ഞാൻ പോകുന്നില്ല. നെക്സ്റ്റ് ഡെമോ. അടുത്ത ആള് കയറുന്നു. Why is he crying out? അയ്യോ, കേറി വിളിയാ. മറ്റൊരു അഡ്വഞ്ചർ ഏരിയയാണ് ഇത്. നെറ്റ് കോഴ്സ് എന്നാണ് പറയുന്നത്. ഇത് കുറച്ചുകൂടെ സെയിം ടൈപ്പ് ഓഫ് ചാലഞ്ചേഴ്സ് അല്ലെങ്കിൽ ഹേർഡിൽസ്, ഓബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ട്. പക്ഷേ നെറ്റിനകത്താണ് കാര്യങ്ങളെല്ലാം, ഓപ്പൺ അല്ല. വീണാലും നെറ്റിനകത്ത് കിടക്കും. അപ്പോൾ നമുക്ക് ഈ സേഫ്റ്റി ഗിയർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് കാണാം. എനിക്ക് പറ്റുമോ എന്നൊന്ന് നോക്കാൻ പോവാണ്. ഒരു അഡ്വഞ്ചർ നടത്തിയാലോ? ഒന്നും ചെയ്ത് നടക്കുന്ന മോശമല്ലേ? അപ്പോൾ ഇച്ചിരി ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്ന് കയറി നോക്കാം. പറ്റിയില്ലെങ്കിൽ ഞാനൊരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ടാകും, വേറെ ആൾക്കാർ ചെയ്തോളും. എന്തായാലും കയറി തുടങ്ങാം. സ്റ്റാർട്ടിങ് തന്നെ ഒരു നെറ്റിൽ കൂടെയാണ് നടന്ന് കയറുന്നത്. അയ്യോ, പതുക്കെ കയറും. ഇത്ര സ്പീഡിൽ പറ്റില്ല. ഇത് കൈയൊക്കെ വേനെടുക്കണ പരിപാടിയാണല്ലോ, ദൈവമേ. ഓക്കെ, അയ്യോ ഇവിടെയായോ? പിടിച്ച് കൈക്കൊക്കെ വേദന എടുക്കും കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പടിക്കെട്ടുകൾ കയറുന്നതിന് പകരം നെറ്റ്. നോ ഒള്ളി റെഡ് റോപ്പ്. താഴെ ഒരു കമ്പി മാത്രമേ ഉള്ളൂ. കമ്പിയിൽ ചവിട്ടിയാണ് പോകുന്നത്. എൻ്റെ ദൈവമേ, ഞാൻ ആകെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ താഴെ നെറ്റുണ്ട്. വീണാലും നെറ്റിൽ കിടന്നോളൂ. അതൊരു വീഴ്ചയായിരിക്കും അങ്ങനെ വീണാൽ. അയ്യോ, ഭയങ്കര പാടാണ്.
പക്ഷേ ഇതിവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഫാമിലീസിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എത്ര വെയിറ്റുള്ള ആൾക്കാർക്കും ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു ഫാമിലി ചാലഞ്ച് പോലെ. അപ്പോൾ അതായത് ഹേർഡിൽസ് ഉണ്ടാകും, ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ. അപ്പോൾ നമ്മൾ ആ തടസ്സങ്ങൾ കണ്ടാൽ വേണമെങ്കിൽ ആ തടസ്സങ്ങൾ മറികടന്നുകൊണ്ട് പോകാം, അതല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് മാറി നിൽക്കാം. അപ്പോൾ ഏതാണ് നമ്മൾ തീരുമാനിക്കുന്നത് അതാണ് ശരി. ഇടയ്ക്ക് വെച്ച് നമുക്ക് നിർത്തിയിട്ട് പോകാം, അങ്ങനെയാണ്. അപ്പോൾ പറ്റുന്നിടത്തോളം പോകണം. അപ്പോൾ അതൊരു തരം ചലഞ്ചാണ് അല്ലേ. അപ്പോൾ നമ്മൾ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലെത്തി. രക്ഷപ്പെട്ടു. ഇതൊരു ഉരുണ്ട തടിയിലൂടെ, മൂവിങ് തടിയിലൂടെയാണ് ഞാൻ നടക്കുന്നത്. ഒറ്റ സമാധാനമേ ഉള്ളൂ, താഴെ നെറ്റുണ്ട്, വേറെ സേഫ്റ്റി മെക്കാനിസം ഒന്നും വേണ്ട, അത് മാത്രമേ ഉള്ളൂ. എൻ്റെ ദൈവം, ഇനി തിരിച്ചെങ്ങനെ പോകുന്നതാണ് ഞാൻ ഇപ്പോഴേ ആലോചിക്കുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് പോവാം, പക്ഷെ തിരിച്ച് ഇതേ വഴിയിലൂടെ വരേണ്ടി വന്നാൽ വീണ്ടും. അങ്ങനെ മൂന്നാമത്തെ ഒബ്സ്റ്റക്കിൾ ഓർ ഹേർഡിൽ ഞാൻ കടന്നിരിക്കുകയാണ്. പക്ഷെ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പോകും. അയ്യോ എൻ്റെ അമ്മേ, ഇവിടെ നിന്ന് ചാടണം. ഇതിൽ വെച്ചിട്ട് അപ്പ ഇതെന്തോ മൈ ഗോഡ്, നല്ല ഉളുക്കുന്നാണ് തോന്നുന്നു. അയ്യോ ദൈവമേ, നല്ല റിസ്ക്കാണ്. എന്ത് ധൈര്യത്തിലാണ് ഇറങ്ങി തിരിച്ചതെന്നറിയില്ല. യെസ്, യു കം. My കണ്ണാടി. അയ്യോ, this way. അയ്യോ അയ്യോ, ഗംഭീരം. പണി പാളി. അയ്യോ, പുലി പതുക്കുന്നു. ചെവി കൂടെയൊക്കെ ചെവി കൂടെ പുക വരുന്നു. പ്രഷറിന്റെ ഗുളിക പോലും കഴിച്ചിട്ടില്ല. അയ്യോ, പകുതി വഴിയായി. സിപ്ലൈനിൽ കൂടിയാണ് ഇപ്പോൾ ആ തടിയുടെ മേളിൽ കയറിയിരുന്നു. തന്നെ ഇങ്ങനെ വന്നു. ഇനി ഇവിടുന്ന് താഴെ വീഴാൻ പോകുന്ന കാഴ്ചയാണ് ഞാൻ അടുത്ത കാണാൻ പറ്റും. എൻ്റെ ദൈവമേ, ഇത് പ്ലാങ്ക്സ് ആണ്, അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. പ്ലാങ്ക്സ് ബാലൻസ്, ഇതൊരു ബാലൻസിങ് ആക്റ്റാണ്. ഒരു ധൈര്യത്തിലൊക്കെ പോകണമെന്നേ ഉള്ളൂ. മറിഞ്ഞ് വീണാലും കുഴപ്പമില്ല, ഞാൻ നെറ്റിലേക്കാണ് വീഴാൻ പോകുന്നത്. ഈ ട്രപ്പീസ്, സർക്കസിൻ്റെ ട്രപ്പീസ് കണ്ടിട്ടില്ലേ, അതിലിങ്ങനെ അവർ വീണാലും നെറ്റിൽ വീണിട്ട് ബൗൺസ് ചെയ്യില്ലേ, അതുപോലെ വീണാലും അങ്ങനെയുണ്ട്. എത്രയായി? യെസ്, രക്ഷപ്പെട്ടു. അമ്മേ, അടുത്ത പ്ലാറ്റ്ഫോമിൽ കയറി. ഇതാണ് നെക്സ്റ്റ്. അയ്യോ, ഇത് പാടാന്നാന്ന് തോന്നുന്നു. നെക്സ്റ്റ് ദിസ്. ഇതെന്ത് പരിപാടി? ഓക്കെ, ഇത് അയ്യോ അയ്യോ എൻ്റെ അമ്മേ, ഇത് മിക്കാറും ഇത് സ്വിംഗ്. ഇപ്പൊ ഞാൻ രണ്ടിലും കൂടെ ചേർത്ത് പിടിച്ചിരിക്കും, രണ്ടെണ്ണം കൂടി ചേർത്ത് കൂട്ടി പിടിച്ചു. അതന്നെ നമ്മുടെ ടെക്നിക്കാണ്. സ്റ്റാൻഡ്, ഇതൊരു ന്യൂ ടെക്നിക്കാണ്, അവർക്ക് പോലും അറിയില്ല. അതുകൊണ്ട് രണ്ടും കൂടെ ചേർത്ത് പിടിക്കുന്നത്. അയ്യോ, ഇതാണ് കഷ്ടപ്പാട്. ഊഞ്ഞാലാട്ടോ. ഇനി താഴെ പോക്ക് കേസ് തന്നെ. അയ്യോ, കഷ്ടപ്പാട് നോക്കൂ. ഒരു അഡ്വഞ്ചറിന് ഇറങ്ങി തിരിച്ച. ഓക്കെ, 1
കണ്ണാടിയെല്ലാം ഊരി വെച്ചു. കണ്ണാടി വെച്ചുള്ള പരിപാടി നടക്കില്ല. കണ്ണാടി ഊരി പോന്നു. ഏത് വിധത്തിലെങ്കിലും അവിടെ എത്തണം എൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക്. ഓക്കെ, ഇനി നെറ്റ് ടണൽ അതിനകത്ത് കൂടി നടക്കുന്നു. ഇത് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നേരത്തെ തന്നെക്കാട്ടിലും ഭേദം. അയ്യോ, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ അഡ്വഞ്ചർ എല്ലാം ചെയ്യുന്നത്. ഒന്നിലും കയറാതിരിക്കുന്ന മോശമല്ലേ? അപ്പം നിങ്ങൾക്ക് പേടിയാവില്ലേ? അതൊന്നും നിങ്ങൾ വന്നാൽ കയറണ്ടേ? ഇതൊക്കെ നമുക്ക് പറ്റും, എനിക്ക് പറ്റുന്നുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുകയാണ്. ഇതൊക്കെ ഫാമിലി, ഹൗസ് വൈഫ്സ്, ഫാമിലി മെമ്പേഴ്സ്, ഏത് പ്രായക്കാർക്കും ഏത് വെയിറ്റ് ഉള്ളവർക്കും ചെയ്യാം എന്നുള്ളതിൻ്റെ ഡെമോൺസ്ട്രേഷനാണിത്. ഓക്കെ, ഇത് വളരെ തിന്നായിട്ടുള്ളൊരു ബെൽറ്റ് റോപ്പാണ്. ഇതിൻ്റെ മുകളിൽ കൂടി നടക്കണം. അയ്യോ എൻ്റെ അമ്മ, അതടുത്ത ഒരു വലിയ ഒബ്സ്റ്റക്കിളാണ്. ചാലഞ്ച്. ഞാൻ ആ ചാലഞ്ച് ഏറ്റെടുക്കും. എൻ്റെ അമ്മേ, അത് കിടന്ന് കുലുങ്ങുന്നുണ്ടേ. ഒരു ബാലൻസിങ് ആക്റ്റാണ് വേണ്ടത്. അയ്യോ, നടുക്കത്തേറിയപ്പോൾ അത് ഭയങ്കര കുലുക്കം. ദൈവമേ, ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യണുണ്ടോ കാലിൻ്റെ ഭാഗം. ഓക്കെ, അയ്യോ, ബാലൻസ് ബാലൻസ്. ദൈവമേ, കമ്പിയിൽ പിടിച്ചിട്ട് ഒരു ചെറിയ ഒരു ബെൽറ്റിലൂടെ സൈഡ് വൈസ് നടക്കട്ടെ. ഓക്കെ, അങ്ങനെ അതും കടന്നു കിട്ടി. ഇനി വീതി കുറഞ്ഞൊരു പലകയുണ്ട്, വഴിയുണ്ട്. പിടിക്കാതെ നടക്കണം എന്നാണ് പറയുന്നത്. ദൈവത്തിനറിയാം ഇതെന്ത് സംഭവിക്കാൻ പോകുന്നു. പിടിക്കാതെ നടക്കണം. റോപ്പൊന്നുമില്ല പിടിക്കാൻ, അല്ലാതെ നടന്ന് നോക്കാം. വലിയ ഷേക്കില്ല, പക്ഷെ എങ്കിലും വിത്തൗട്ട് ഹോൾഡിങ് ഇങ്ങനെ പോകണം. ബാലൻസ്. രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. എന്തുവാ ഇത്? അയ്യോ, രക്ഷപ്പെട്ടേ. അഡ്വഞ്ചേഴ്സിന്റെ ബഹളം. അയ്യോ, അത്രേ. നെക്സ്റ്റ് സ്പോട്ട്. അയ്യോ, അയ്യോ, അത്ര മെല്ലല്ല. അയ്യോ, സ്ലൈഡ്. രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. അയ്യോ, തളർന്നു. സ്ലൈഡ് ചെയ്തെത്തി. അയ്യോ, അങ്ങനെ ഒരു വലിയ അഡ്വഞ്ചറൊക്കെ ചെയ്തിട്ട് ഞാൻ താഴെ എത്തി. ഓ, ഇത് ഭയങ്കരം. പക്ഷെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ കുറച്ച് സ്ട്രെയിനുണ്ട്. ഏത് പ്രായത്തിലും ചെയ്യാം, ഏത് വെയിറ്റ് ഉള്ളവർക്കും ചെയ്യാം. പക്ഷേ കുറച്ച് സ്ട്രെയിനുണ്ട് കൈക്ക്, കാലിന്. മൊത്തത്തിൽ ഫസ്റ്റ് ടൈം ആയതിൻ്റെ ഒരു ടെൻഷനുണ്ട് കേട്ടോ. എന്തായാലും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എല്ലാ ചാലഞ്ചസും. സന്തോഷം. അയ്യോ, നെറ്റ് കോഴ്സ് കഴിഞ്ഞ് ഞാൻ തളർന്നു പറ്റിയവരാണ്. അടുത്ത പെയിൻ ബോൾ എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റിയാണ്. സംഗ്രാം എന്ന് പറഞ്ഞ ആ ഭാഗത്താണ്. സംഗ്രാം മീൻസ് പെയിൻ ബോൾ ആക്ടിവിറ്റി. ഇത് ടീം ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. നല്ല രസമാണ്. നോക്കാം. ഇതൊരു വാർ തീമാണ്, അതായത് യുദ്ധത്തിൻ്റെ തീമാണ്. 2 ടീം ഉണ്ടാകും. യുദ്ധം പോലെയാണ് ശരിക്കും. ഒരു സൈഡിൽ കുറേ ആൾക്കാർ, മറു സൈഡിൽ കുറേ ആൾക്കാർ. അവരിങ്ങനെ 2 പേരും തമ്മിൽ യുദ്ധം ചെയ്യാണ്. ഇവിടെയും അവിടെയായിട്ട് നിൽക്കും.
എന്നിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരുടെയും തോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തോക്കിനകത്തു നിന്ന് വരുന്നത് വെടിയുണ്ടയല്ല, അതിന് പകരം കളർ ബോൾസാണ്. അത് ദേഹത്ത് കൊണ്ടുകഴിഞ്ഞാൽ അവിടെ കളർ സ്പ്ലാഷ് ചെയ്യും. അതാണ് കാര്യം. ഇത് പല ടൈപ്പ് ഓഫ് കളിയുണ്ട് അവർക്ക്. ടെറിട്ടറി പിടിച്ചടക്കുക, അതായത് ഈ ഭാഗത്തുള്ളവരെല്ലാവരും അപ്പുറത്ത് പോയി അവിടെ നിൽക്കുന്നവരെ തുരത്തി അവിടെ കൈയടക്കുക. അതായത് ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാരുടെ ദേഹത്ത് ഒരു തുള്ളി ഈ കളേഴ്സും പറ്റരുത്, അതായത് ഒരു വെടി പോലും അവരുടെ ദേഹത്ത് കൊള്ളരുതെന്നുള്ളതാണ്. അതല്ലെങ്കിൽ പിന്നെ ഫ്ലാഗ് പിടിച്ചെടുക്കുക, അവിടെ ഫ്ലാഗ് വെച്ചിരിക്കുന്ന ആ ഫ്ലാഗ് അല്ലെങ്കിൽ ഈ സൈഡിൽ വെച്ചിരിക്കുന്ന ഫ്ലാഗ് ആര് പിടിച്ചെടുക്കുന്നു എന്നുള്ളത്, അതൊരു ഗെയിമാണ്. അപ്പോൾ പല ടൈപ്പ് ഓഫ് ഗെയിമുണ്ട്. എന്തായാലും ഒരു ഗെയിം നമുക്കിപ്പോൾ കാണാം. മിക്കവാറും ടെറിട്ടറി പിടിച്ചടക്കുക എന്നുള്ളതാണ്. അവരുടെ ഈ ഭാഗത്ത് നിൽക്കുന്നവർ ആ ഭാഗത്തുള്ളവരുടെ രാജ്യം പിടിച്ചടക്കാൻ പോകുന്ന കാഴ്ച. അതായത് വെടി കൊള്ളാതെ ദേഹത്ത് പെയിൻറ്റ് ബോളൊന്നും പറ്റാതെ. ഞാനും ഒരു ഫൗജി യൂണിഫോമിലായി ഒരു പട്ടാളക്കാരിയായി മാറിയിരിക്കുകയാണ്. ഇത് എന്തിനാണെന്ന് മനസ്സിലായി. ഇത് ഞാൻ പറഞ്ഞില്ല, വാർ തീമാണ് ഇവിടുത്തെ ഗെയിം. ഇതൊന്നുമില്ല, ഇതൊരു കളിയാണ്. പക്ഷെ ഭയങ്കര യുദ്ധം നടക്കുന്നത്. അപ്പോൾ ഞാനൊരു ടീമിൻ്റെ ഭാഗമായിട്ട് ഒരറ്റത്തുണ്ടാവും. മിക്കവാറും വെടി വയ്ക്കുമ്പോൾ എനിക്കധികം എല്ലാ വെടിയും കൊള്ളാവുന്നത്. അത് പെയിൻറ്റ് ബോളാണ്. ആ പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ കളർ ബോൾസാണ്. അത് നമ്മളുടെ ദേഹത്ത് വന്നാൽ അവിടെ കളർ സ്പ്ലാഷ് ചെയ്യും. അതാണ് സംഗതി. അപ്പോൾ ഇതൊക്കെ പ്രൊട്ടക്ഷൻ, പ്രിവെൻഷൻ, കഴുത്ത് എല്ലാം. തന്നെ ഒരു ഹെൽമെറ്റ് വയ്ക്കും, കയ്യിലൊരു തോക്ക് കാണും. ആ തോക്കിനകത്താണ് ഈ കളർ ബോൾസ് ഉള്ളത്. അപ്പോൾ 2 ടീമുണ്ട്. ഒരു ടീമിൻ്റെ ഭാഗത്ത് ഞാനുണ്ടാവും. അപ്പോൾ നാം ഫുൾ ടീമിൻ്റെ കൂടെ എത്തിയിരിക്കുവാണ്. ബ്ലാക്ക് ആൻഡ് റെഡ് ടീം അങ്ങനെ തോന്നുന്നു. വൺ ഈസ് പാകിസ്ഥാൻ ആൻഡ് വൺ ഈസ് ഇന്ത്യ. ബ്ലാക്ക് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ. ഓ, ഇന്ത്യ ആൻഡ് ഹിന്ദുസ്ഥാൻ, 2 ടീംസ്. ഒന്ന് ഇന്ത്യ, ഒന്ന് ഹിന്ദുസ്ഥാൻ. ഇന്ത്യ ഈസ് ബ്ലാക്ക്, റെഡ് ഈസ് ഹിന്ദുസ്ഥാൻ. ഞാനപ്പോൾ എവിടെയാണ്? ഇന്ത്യ. ഞാൻ അവരോടെ പോയി നിൽക്കാൻ മിക്കവാറും വെടി കൊണ്ട് റെഡിയാവും. അമ്മേ, ഭയങ്കര പാടാണ്. ഫ്ലാഗ് എടുക്കാൻ വരുന്നതാണ് ജോലി. 2 ടീമും 2 സൈഡിൽ ഒളിഞ്ഞു നിൽക്കും. എന്നിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഫ്ലാഗ് എടുത്തിട്ട് പോകണം. അത് ദേഹത്ത് ബുള്ളറ്റൊന്നും കൊള്ളാണ്ട് കൊണ്ടുപോകണം. ഒരു ബുള്ളറ്റെങ്കിലും ദേഹത്ത് വെച്ചാൽ സ്പ്ലാഷ് ചെയ്യും കളേഴ്സ്. അപ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യണം നമ്മൾ ഈ ഫ്ലാഗ് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ. അങ്ങനെ വേണം കളി. അപ്പോൾ കളി വീണ്ടും വരും. അപ്പം ഒരു ദേഹത്ത് ഒരു ബുള്ളറ്റ് പോലും കൊള്ളാതെ ഈ ഫ്ലാഗ് എടുത്ത് പോകുന്ന ടീമാണ് ജയിക്കുന്നത്. ഓക്കെ. मैम कह रही कि स्पीड जो गन की स्पीड है बुलेट की स्पीड 300 पर सेकंड. तो कोई भी आपके सामने अगर 5 फीट 4 फीट के क्लोज आता है उसको हिट नहीं करना, आपको उसको हिट करना है क्योंकि जब जाएंगे तो बहुत जोर से लगते हैं. मतलब ब्लड नहीं आएगा. വേദന എടുക്കും. ഓക്കെ. ദേഹത്ത് അടുത്ത് വെച്ച് വെടിവെച്ചാൽ വേദന എടുക്കും. ഞാൻ മിക്കവാറും ഒളിച്ച് നിൽക്കുക. അതുകൊണ്ട് എൻ്റെ ഒളിസംഗീതത്തിൽ തന്നെ ഉണ്ടാവും. ഞാൻ അധികം തല പുറത്ത് കാണിക്കുന്നില്ല. ഓക്കെ. മാസ്ക്, ഫേസ് മാസ്ക് വെക്കണം എന്നാണ് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടുവെല്ലാം ചെയ്താലും വേണ്ടരുത്. മാസ്ക് മാറ്റാൻ പാടില്ല ഗെയിമിൻ്റെ ഇടയിൽ. കാര്യം ഫേസിൽ വല്ലതും ഇത് ബോൾ കൊണ്ടാൽ ഡേഞ്ചറാണ്. അപ്പോൾ കൈ പൊക്കാൻ മാത്രമേ പാടുള്ളൂ എന്തെങ്കിലും ഡിഫിക്കൽറ്റി തോന്നുകയാണെങ്കിൽ. ഓക്കെ. ഞാനാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഹൈഡിങ് പ്ലേസിലാണ്. ഹെൽമെറ്റ് വെക്കാൻ പോകുന്നു. എന്നെ തിരിച്ചറിയാൻ പറ്റില്ല.
ബ്ലാക്ക് ടീം ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഗെയിമിൻ്റെ ഒരു സാരാംശം എന്താ വെച്ചാൽ അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് ഇത് എന്ത് വില കൊടുത്തും കളി ജയിക്കുക എന്നുള്ളത്. അപ്പോൾ ഫ്ലാഗ് വേണമെങ്കിൽ ഫ്ലാഗ് ഗോ ഗെറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും കിട്ടിയിരിക്കണം. രണ്ടാമത് ഒരു ടീം ബിൽഡിംഗ്, പിന്നെ അതിൻ്റെ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാം. ആൻഡ് ദ തേർഡ് വൺ ഇസ് ഗോ ഗെറ്റിംഗ് ആൻഡ് സ്ട്രാറ്റജി ബിൽഡിംഗ്, പിന്നെ ഒരു ടീം വർക്ക്. ഇതെല്ലാത്തിൻ്റെ ഒരു ട്രെയിനിങ് ആണ് ഈ പറയുന്ന ഈ വാർ ടീം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതാണ് ഈ പറഞ്ഞ പെയിൻറ്റ് ബോൾ എന്ന് പറയുന്ന ഈ ഒരു കളി. അപ്പോൾ അതിനൊരു സ്പിരിറ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ടീം സ്പിരിറ്റാണ്. ഒരു ടീം മറ്റേ ടീമിനെ തോൽപ്പിക്കാൻ വേണ്ടി എന്താണ് ഗെയിം, അത് ജയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫ്ലാഗാണ് എടുക്കുന്നത്, ഫ്ലാഗ് കിട്ടാൻ വേണ്ടിയിട്ട് ജീവൻ വരുന്ന പോരാട്ടം അവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു നല്ല സ്ട്രാറ്റജി പ്ലാൻ ചെയ്യും, അതനുസരിച്ച് അവർ ടീം വർക്കായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഭയങ്കര ഒരു വാശിയോട് കൂടിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ട്രെയിനിങ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. എന്തായാലും ഇപ്പോൾ ഞാനിപ്പോൾ ബ്ലാക്ക് ടീമിൻ്റെ ഭാഗം ഏതാണ്, നമ്മൾ ജയിച്ചു എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ജയിച്ചു എന്നുള്ളത് ചെറിയ തർക്കത്തിലാണ്. ബ്ലാക്ക് ടീം ജയിച്ചു എന്ന് പറയുന്നു, പക്ഷേ റെഡ് ഇതാ ഉടക്കാൻ റെഡിയായി നിൽക്കുവാണ്. സോ ഇറ്റ് ഈസ് ഡ്രോ. ബ്ലാക്ക് ടീം, ആർ യു ഷുവർ? ബ്ലാക്ക് ടീം, ഇറ്റ്സ് എ ഡ്രോ. റഫറി പറഞ്ഞ ഡ്രോ ആണത്. ബ്ലാക്ക് ടീമിൻ്റെ ഒരു തർക്കം. എന്തായാലും സാരമില്ല, ഇറ്റ്സ് എ ഡ്രോ. Anyway, ഇതാ ഞാൻ പറഞ്ഞത് ടീം സ്പിരിറ്റ്. ഓക്കെ, യെസ്, ബട്ട് ദിസ് ഷോസ് ദ ടീം സ്പിരിറ്റ്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അഡ്വഞ്ചർ ഗെയിംസ് എല്ലാമായിട്ട് ഭയങ്കര രസകരമാണ് ഇവിടെ ഈ ഒരു സാഹസ് എന്ന് പറയുന്ന തീം പാർക്കിൻ്റെ വിശേഷങ്ങൾ. ഇവിടുത്തെ അഡ്വഞ്ചർ ലാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇത്. ഓക്കെ.